ഇന്ന് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കേണ്ടത് 5 മണിക്കാണ് കേട്ടോ എഴുന്നേറ്റത്. കുറച്ച് വൈകി. വേറെ നല്ല തലേ ദിവസം കിടക്കുമ്പോഴത്തേന് 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ 4 മണിക്ക് അലാം അടിച്ചെങ്കിലും എണീക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടി കഴിഞ്ഞ് 5 മണിക്കാണ് എഴുന്നേറ്റ് ഇതുപോലെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ ഇട്ട് പഠിക്കാനിരിക്കുമ്പോഴേക്കും സമയം ഒരു 5:20 5:30 ആകാനായി കേട്ടോ. പഠിക്കാനിരിക്കുമ്പോൾ ഒരു 5:30 ടൈമിൽ ആയിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ ടൈം ടേബിൾ അനുസരിച്ചുള്ള ഒരു പഠന രീതിയാണ്. അതുകൊണ്ട് തന്നെ SCRT ആണ് രാവിലെ എഴുന്നേറ്റതും പഠിക്കുന്നത്. പിന്നെ ഞാൻ ഈ പഠിക്കുന്നത് സുജേഷ് സാർ എൻട്രി ആപ്പിൽ ഇട്ടിട്ടുള്ള ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ച് SCRT ചാപ്റ്റേഴ്സ്, അതാണ് കേട്ടോ. അതിൽ ബയോളജി സയൻസ് ആണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പെൻഡിങ് ഉണ്ട്. പിന്നെ എനിക്ക് എക്സാം ഓഗസ്റ്റ് 1-നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അത്രയും ടൈം ഉണ്ടല്ലോ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും ആ ഒരു ചാപ്റ്റേഴ്സ്. ഇനിയിപ്പോൾ ഈ ബയോളജിയിൽ എനിക്കൊരു 2-3 ചാപ്റ്ററൊക്കെ തന്നെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഓഗസ്റ്റിലല്ലാതെ ശനിയാഴ്ച എക്സാം നടക്കുന്നവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം നോക്കുക കേട്ടോ. ഓരോന്നോരോന്ന് നോക്കി പോകാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അപ്പോൾ ആ ഒരു ബ്ലൂ പ്രിന്റിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ചാപ്റ്ററുകൾ നോക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ആ ഒരു മണിക്കൂർ പഠനം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുക്കളയിൽ ഞാനിങ്ങനെ ജോലി ചെയ്യാൻ വരുമ്പോൾ ക്ലാസ് ഓൺ ചെയ്തിട്ടിട്ടാണ് കേട്ടോ ഓരോ ജോലിയും ചെയ്യൽ, യൂട്യൂബ് ക്ലാസ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ തൊഴിൽ വാർത്ത വന്നു. ഇന്ന് തിങ്കളാഴ്ച എടുത്ത വ്ളോഗാണിത്. അപ്പോൾ തിങ്കളാഴ്ചത്തെ തൊഴിൽ വാർത്ത വന്നപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് വന്നു. അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അതായത് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യണം. ഈ വർക്കൗട്ട് ചെയ്യണ സമയത്തും ഞാൻ ക്ലാസ് ഓൺ ചെയ്തിടും കേട്ടോ ഫോണിൽ. എന്നിട്ടാണ് അത് കേട്ടുകൊണ്ടാണ് ചെയ്യൽ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഇയർഫോണും വെച്ചിട്ടാണ് പിന്നെ ഞാൻ ക്ലാസ് കേൾക്കൽ. അങ്ങനെ അടിക്കുക, തുടയ്ക്കുക, അങ്ങനത്തെ അലക്കൽ, ഈ ജോലി ചെയ്യുമ്പോഴെല്ലാം ഞാൻ ഇയർഫോൺ വെച്ചിട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ കുറേ ടൈം നമുക്ക് അതിലും കിട്ടുമല്ലോ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ വാഷ് ചെയ്യുന്നത് കല്ലിൽ തന്നെയാണ് കേട്ടോ അലക്കുക. എന്നിട്ട് ഡ്രൈ ചെയ്യാൻ മാത്രം വാഷിംഗ് മെഷീനിൽ ഇടാണ് ചെയ്യുക. കാരണം ഇപ്പം മഴയല്ലേ, ഇപ്പം പെട്ടെന്ന് മഴ വരുന്നതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീനിൽ ഒരു 5 മിനിറ്റ് ഡ്രൈ ഉള്ളൂ. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ ഈ പൂച്ച എൻ്റെ അടുത്തേക്ക് ഓടി വന്നത് കേട്ടോ. ഇതിന് നല്ല സ്നേഹമാണ്, ഇതിങ്ങനെ സ്നേഹം കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞാൻ എനിക്ക് പഠിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് പോയി. പിന്നെ പഠിക്കാനിരിക്കുമ്പോൾ എൻ്റെ ഒരു ബാഡ് ഹാബിറ്റ് എന്താണെന്ന് ചോദിച്ചത് ഇതാണ്. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അത് എത്ര നിർത്തണം എന്ന് വിചാരിച്ചിട്ടും പറ്റുന്നില്ല കേട്ടോ. ചില സമയത്തൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും, പക്ഷെ മിക്കവാറും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ബേക്കറി ഐറ്റംസ് തന്നെ ആയിരിക്കും. അപ്പം ഞാൻ എന്തായാലും നമ്മളെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല, എന്നാൽ കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒന്ന് മാത്രം എടുത്തിട്ട് വന്നിരുന്ന് കഴിച്ചിട്ട് പഠിക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ കറണ്ട് അഫെയർ ആണ് നോക്കുന്നത്. അതായത് ഈ ടൈം നമ്മുടെ കറണ്ട് അഫെയറിൻ്റെയും മാത്സും പഠിക്കാനുള്ള ടൈമാണല്ലോ. അപ്പോൾ ഇപ്പോൾ കറണ്ട് അഫെയർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ വന്നിട്ടുള്ള തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫെയർസ് ഒക്കെ ഞാനിപ്പോൾ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ പിന്നെ ഇപ്പോൾ ഈ 10th പ്രിലിംസിൻ്റെതുമായി ബന്ധപ്പെട്ട് കുറേ PYQും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഇപ്പം നോക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് അഫെയറിൻ്റെ ഇത് പഠിച്ച് ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഈ കറണ്ട് അഫെയർസ് തന്നെ ഞാൻ അവരോട് ചോദിക്കും. അതേപോലെ അവർക്ക് അറിയുന്നത് എന്നോട് ചോദിക്കും. അങ്ങനെ ഡിസ്കഷനും ഉണ്ടാവും കേട്ടോ ഈ ഒരു ടൈമിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാത്സ് പഠിക്കുക. അപ്പോൾ ഞാൻ ഈ കുറച്ച് നേരത്തെ സ്റ്റഡി വ്ളോഗ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലത്തെ പുതിയ സ്റ്റിക്ക് നോട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് കേട്ടോ. പിന്നെ എൻ്റെ കുട്ടികൾ ഇതൊക്കെ കീറി എടുത്ത് എൻ്റെ കയ്യിലുള്ളതൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ കുറച്ചെണ്ണമൊക്കെ ഇതുപോലെ എൻ്റെ റൂമിൻ്റെ ഡോറിൻ്റെ ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കുറേ മുന്നേ ഒട്ടിച്ചത് കൊണ്ട് കണ്ടോ അതിലൊക്കെ പൊടിയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് വിട്ട് വരാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ എപ്പോഴും റിവിഷൻ ചെയ്യണ പോലെ ഇത് എന്നും നോക്കൂട്ടെ. എന്നും നോക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കൂടുമ്പോഴൊക്കെ നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ നല്ല കാര്യമാണല്ലോ ഒട്ടിച്ചു വെച്ചാൽ. അപ്പോൾ ഇനി ഇവിടെ ഒട്ടിക്കണം, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ആ റൂമിൽ ഒട്ടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ സ്റ്റഡി വ്ളോഗ്സും ചലഞ്ചൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.